ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. അതായത് ഇവര് പറയാണ്, നിങ്ങൾ പറ. ആ സംഭവം അമ്മ എപ്പോഴും വേറെ കുറെ ആർട്ടിസ്റ്റിനെ പോയാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം, ഞങ്ങൾ അമ്മേനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകും. സീരിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കും. അല്ലല്ലേ, ഇപ്പഴല്ല, സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇവര് പറയുന്നത് ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ പോകുന്നല്ലേ, അപ്പൊ അതുകൊണ്ട് ഇവര് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവര് എന്നോട് ചോദിക്കാൻ പോവാണ്. അതിന് ഞാൻ എങ്ങനെ ഉത്തരം പറയുന്നു അല്ലേ? ക്വിക്കായിട്ട് ഉത്തരം പറയണം. ക്വിക്കായിട്ട് ഉത്തരം പറയണം. ആ ശരി, ഞാൻ നോക്കാം. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നത് എമ്മിക്കുട്ടിയാണെന്നാ പറയുന്നത്. എമ്മീനെ കാണാപ്പാടെ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിരുത്തി വെച്ചേക്കണേണ്. ആണോ? മറന്നു പോകുമല്ലോ ചോദിച്ചില്ലെങ്കിൽ. തുള്ളി തുള്ളി പോലെ. അമ്മക്ക് മൃഗമാകാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അമ്മ ആരാകും? നമുക്ക് ഓക്കെ, എനിക്ക് മൃഗമാകാനൊരു ചാൻസ്. നമുക്ക് ഏത് മൃഗമാകുന്നു? എനിക്ക് മൃഗമാകാൻ ചാൻസ് കിട്ടിയാൽ ഞാനൊരു കടുവയാകും. എന്താണ് കാരണം? എനിക്ക് കടുവേനെ ഭയങ്കര ഇഷ്ടമാണ്. റീസൺ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിന്റെ ആ ഒരു ഗാംഭീര്യമോ, അപ്പൊ പിന്നെ സിംഹത്തിന് ഗാംഭീര്യം എന്ന് ചോദിക്കുമായിരിക്കും. അങ്ങനെയൊന്നല്ല, എനിക്ക് കടുവേനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കടുവയാവും. കടുവ. ഓക്കെ, ഒരു കടുവ. എന്താ ആണോ? ഉത്തരത്തി ഇഷ്ടപ്പെട്ടാ? അമ്മ അങ്ങനെ പറയാന്നാണോ വിചാരിച്ചത്? എമ്മിയുടെ കേസ് എന്തായിരുന്നു? അമ്മ എന്ത് പറയുന്നായിരുന്നു? അമ്മ പറയാന്ന് വിചാരിച്ചത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കും. അമ്മയുടെ മമ്മി അമ്മക്ക് തന്നേക്കണ ഒരു ഒന്നായിരുന്ന ചോദ്യം. ബെസ്റ്റ് അഡ്വൈസ്. അതെ, ബെസ്റ്റ്. മമ്മി തന്നേക്കുന്ന അഡ്വൈസ്, അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു കൂട്ടത്തിലാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു സ്കൂളിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നവര്. അവരെ ഒറ്റപ്പെടാൻ നമ്മൾ സമ്മതിക്കരുത്. അവരെ നമ്മളിങ്ങനെ കൂട്ടത്തിൽ കൂട്ടണം. അതൊരു ഉപദേശം പോലെ പറഞ്ഞു തന്നേക്കണല്ല. പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും മമ്മി ഇങ്ങനെ പറയും, ആദ്യം നമ്മളങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ കണ്ട അവരുടെ കൂടെ കൂടണം, അവരുടെ കൂട്ടുകാരായിട്ട് നമ്മൾ മാറണം എന്ന് പറയും. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ട അഡ്വൈസ് അതാണ്. അതായിരുന്നു ബെസ്റ്റ്. ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി അമ്മക്ക് എന്റെ ജീവിതമായിട്ട് ഒരു ദിവസം സ്വിച്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതായത് അമ്മക്ക് ഞാനാകാം. അങ്ങനെയാണെങ്കിൽ അമ്മ ആദ്യം പോയി ചെയ്യണ കാര്യം എന്തായിരിക്കും? ആദ്യം ഞാൻ പോയി പഠിക്കൂടി. ആരും പറയാണ്ട് പഠിക്കും. ഞാൻ പോയിരുന്നു പഠിക്കും. ഞാനിങ്ങനെ പഠിക്കാറില്ല. അല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അല്ല, അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ല. ഓക്കെ, അമ്മക്ക് ഇഷ്ടമുള്ളതല്ല, അമ്മക്ക് താല്പര്യം. ഇപ്പൊ ഞാനായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിക്കണ വെച്ച് ബാക്കിയുള്ളെല്ലാം ചെയ്യുമല്ല. അങ്ങനെയല്ല, പറയാതെ പഠിക്കില്ലെന്നല്ല, പഠിക്കുന്നേ. പക്ഷെ നീ പറയാതെ ഒറ്റക്ക് അങ്ങനെ പോയിരുന്നു പഠിക്കാൻ പോണോ ഞാൻ കാണാത്തോണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞത്. അതാണ്, എനിക്ക് ഈ മുടി ഭയങ്കര ഇഷ്ടമാണ് സാറയുടെ. അപ്പൊ നീ ഇങ്ങനെ പല പല സ്റ്റൈലൊക്കെ കെട്ടണ പോലെ ഞാനും കുറെ മുടിയൊക്കെ കെട്ടും. ഓക്കെ, നമ്മുടെ വീടിന് തീ പിടിച്ചാൽ അമ്മ ആദ്യം രക്ഷിക്കണ ഒരു സാധനം എന്തായിരിക്കും? ആദ്യം 3 പേരെ രക്ഷിക്കും. അല്ലല്ല, സാധനം, ഒരു സാധനം, ഒരൊറ്റ സാധനം. ആൾക്കാർ നോക്കണ്ട, കുറെ പറയാനുണ്ടാവുമല്ലോ. ഞാൻ ഫോൺ, നിങ്ങളല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് ഓടാവണോ ഫോണായിരിക്കും. ഫോൺ എടുത്തിട്ട് ഓടും. വിളിച്ചൊക്കെ പറയണ്ടേ എല്ലാരെയും? അതായിരുന്നു ഫോൺ എന്നൊക്കെ. അല്ലാണ്ട് അടുത്ത എന്ത് സാധനമായിരിക്കും? അപ്പൊ ഫോണ് തീ പിടിച്ചേക്കുമല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഫോൺ എടുത്തോണ്ട് ഇറങ്ങി ഓടി വിളിച്ച് പറയാ. അതായിരിക്കും കൺസേൺ. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാത്തിനും കൂടി പുറത്താക്കും ആദ്യം. എന്നിട്ട് ഫസ്റ്റ് രക്ഷിക്കണത് ആരെയാണെന്ന് വെച്ചാൽ നിങ്ങളെ രക്ഷിക്കും. എടുത്തോണ്ട് ഓടി ഫോണായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ എന്റെ ആഗ്രഹം എന്തായിരുന്നു? അമ്മ അല്ലെ, ആഗ്രഹമല്ല, എന്റെ മനസ്സില് അമ്മക്ക് പ്രത്യേകിച്ച് ചോര കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ അമ്മ അവിടെ തന്നെ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ച അമ്മ പ്രത്യേകിച്ച് അവിടെ ബോധം കെട്ട് വീഴല്ലാണ്ട്. ബോധം കെട്ട് വീഴൂല, ഞാൻ ബോധം കെടൂല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ സ്റ്റക്കായി പോവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ കണ്ട ഓടി രക്ഷപ്പെടും, സ്റ്റക്കാവൂല. ഇനി അടുത്ത ഞങ്ങൾ 3 പേരും അമ്മക്കുള്ളൊരു 3 പേരും അമ്മയുടെ ഒരു കഴിവ് പഠിച്ചെടുക്കണമെന്നുള്ള ഒരു എന്ത് കഴിവ്? അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതായത് അമ്മക്കുള്ളൊരു വാല്യൂ, അമ്മക്കുള്ള എന്ത് വാല്യൂ ആണ് ഞങ്ങൾക്ക് 3 പേർക്കും പഠിച്ചെടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളത്. അതായത് ഞാൻ എല്ലാവരോടും എപ്പോഴും ഭയങ്കര പ്ലീസിങ് ആയിട്ട് സംസാരിക്കുള്ളൂ. അവരോട് അഡ്ജസ്റ്റ് ചെയ്യലല്ല, എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ടും അങ്ങനെ മാറിയൊന്നും നിൽക്കാറില്ലേ.
എല്ലാവരുടെ അടുത്തോട്ടും പെട്ടെന്ന് മിങ്കിൾ ചെയ്ത് എല്ലാവരോടും വളരെ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇടപെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ മൂന്നുപേരും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ നമുക്കൊരു സൂപ്പർ പവർ കിട്ടണമെന്ന് വിചാരിക്കും, പേരന്റിങ്ങിൽ മാത്രം, അതായത് പേരന്റിങ്ങിന് മാത്രം ഉപകരിക്കുന്ന ഒരു സൂപ്പർ പവർ എന്തായിരിക്കും വേണമെന്ന് ആഗ്രഹിക്കണം? എന്തുകൊണ്ട്? പാരന്റിങ്ങിൽ എനിക്കൊരു സൂപ്പർ പവർ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം റബേക്കയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ടെൻഷൻ വരും പഠനത്തിനെ കുറിച്ച്. പണ്ട് ചെറുപ്പത്തിലൊക്കെ എനിക്കൊന്നും ഇല്ലാത്തത്രയും ടെൻഷനാണ് നിങ്ങൾക്ക് വന്നത്. എമ്മിക്കുട്ടിക്ക് അത്ര ടെൻഷൻ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എമ്മിക്കുട്ടി അങ്ങനെയല്ല, പോണാ പോകട്ടും പോടാ മൈൻഡ് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ ടെൻഷൻ ഉണ്ട്. അപ്പൊ ആ ടെൻഷൻ വന്ന സംഭവങ്ങളെ എനിക്കതിങ്ങനെ ഈസി ആക്കി മാറ്റാൻ പറ്റണം, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റണം. ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇന്നതേ ഉണ്ടാവുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടണം. അതാണ് എനിക്ക് വേണ്ട ഒരു സൂപ്പർ. ഞാൻ വിചാരിച്ചില്ല അമ്മ പാരന്റ് ആയതിനു ശേഷം പഠിച്ചൊരു വലിയൊരു കാര്യം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. സമാധാനമായിട്ടൊക്കെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാനാണ്. എനിക്ക് ഉറക്കം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എന്റെ ഉറക്കം എത്ര വർഷത്തെ ഉറക്കം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ഇല്ലേ ഒരു അമ്മയുടെ 2 വർഷം പോകുന്ന പറയണത്. അപ്പൊ എന്റെ 2, 4, 6 വർഷം അല്ല, അതെ അവള് കൊറേ വർഷം 5 വർഷത്തോളം അവള് ഇങ്ങനെ ഉറങ്ങാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പൊ എന്റെ ഉറക്കം പോയി. നമ്മുടെ കുടുംബത്തിനെ 3 വാക്കുകൊണ്ട് പറ. അതായത് നമ്മുടെ ഫാമിലിനെ ഒരു 3 സോൾഡ് ആയിട്ടുള്ള ഒരു വാക്ക് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യണം. 3 വാക്കാ? ഒറ്റ വാക്ക്, 3 അക്ഷരങ്ങളല്ലല്ലോ. അല്ലല്ല, 3 വാക്കുകള്. സ്നേഹം, അതായത് ലവ്, ഫൺ, യൂണിറ്റി. അങ്ങനെയാണോ നമ്മളോട്? അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നല്ല, അതാണ് എല്ലാവർക്കും തമ്മിൽ ലവ് ഉണ്ട്, നമ്മുടെ തമാശകളുണ്ട്, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറില്ലേ, നല്ല ഫണ്ണുണ്ട് നമ്മുടെ ഇടയിൽ, യൂണിറ്റി ഉണ്ട് ഇല്ലേ. ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ, ഇപ്പൊ നിങ്ങളാണെങ്കിൽ തന്നെ വിഷമം വന്നാൽ നിങ്ങളിങ്ങനെ ഒരുമിച്ച് നിൽക്കണത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്, എല്ലാരും ഒരുമിച്ച് നിൽക്കാറുണ്ട് ഇല്ലേ. ഉണ്ടല്ലോ. അതെ. അപ്പൊ ലവ്, ഫൺ ആൻഡ് യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. അമ്മക്ക് ഞങ്ങൾ 3 പേരെയും പറ്റി, അതായത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് പറയണം. പ്രൗഡ് ആയിരിക്കുന്ന ഒരു മൊമെന്റ്. ഇപ്പൊ എമ്മീനെ പറ്റി ഒരു മൊമെന്റ് പറയണം, ഇവളെ പറ്റിയിട്ട് ഒരു മൊമെന്റ്, എന്നെ പറ്റിയിട്ട് ഒരു മൊമെന്റ്. പ്രൗഡ് ആയി എന്തെങ്കിലും അക്കാഡമിക്സ് അങ്ങനെ വേണമെന്നില്ല, അല്ലേ വേണ്ട നമുക്ക് പറയാൻ പറ്റാം. പ്രൗഡ് ആയിരിക്കുന്ന എമ്മിക്കുട്ടി ഇവിടെ വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക്. ഓക്കെ. അതായത് സാറാനെ സംബന്ധിച്ച് സാറ് ഇപ്പം ആങ്കർ ചെയ്യും, അതുപോലെ നന്നായിട്ട് പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ആങ്കർ ചെയ്യുന്നു, അതുപോലെ ഭയങ്കര കോൺഫിഡൻസോടുകൂടി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പ്രൗഡാണ്. പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. റബേക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബേക്ക ഭയങ്കര കരുണയോടുകൂടി ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പ്രവർത്തിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര കരുണയുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അങ്ങനെയല്ലേ, റബേക്ക പറയും, നല്ലപോലെ പറയും, ദേഷ്യപ്പെടും റബേക്ക. ഭയങ്കര നമുക്ക് തോന്നുന്നു റബേക്കനെ പിന്നെ തിരിഞ്ഞു നോക്കരുന്ന രീതിയിൽ റബേക്ക ദേഷ്യപ്പെടും. പക്ഷെ റബേക്ക ശരിക്കും അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റബേക്ക പറയും, ഞാൻ നിന്നെ കാണിച്ചു തരാം, തന്നെ വിഷമിപ്പിക്കും, തന്നെ ഒറ്റപ്പെടുത്തും, അങ്ങനെ. റബേക്ക കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള കുട്ടിയാണ് റബേക്ക. അപ്പൊ അതെനിക്ക് ഭയങ്കര പ്രൗഡാണ്. അതും കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. റബേക്ക സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ കയറി നിൽക്കുമ്പോ എനിക്ക് റബേക്കനെ കുറിച്ച് ഭയങ്കര അതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ്. പിന്നെ എന്റെ എമ്മിക്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂളാണ്. എന്ത് വന്നാലും ഇപ്പം ടീച്ചറിന്റെ കയ്യിൽ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ പോകില്ല പിന്നെ ഒരാഴ്ചത്തേക്ക്. പക്ഷെ അടിക്കുമെന്ന് പറഞ്ഞാൽ മതി, അല്ലെ വേറെ ആരെങ്കിലും അടിച്ചാലും. പക്ഷെ എമ്മിക്കുട്ടി അങ്ങനെയല്ല. എമ്മിക്കുട്ടി എല്ലാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും അല്ലേ. പിന്നെ എമ്മിക്കുട്ടി ഭയങ്കര സ്വീറ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പ്രൗഡാണ്. സ്വീറ്റ് ഒരു മൊമെന്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇന്നൊന്ന് പെറുക്കി പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം, അവള് കൂളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. യൂത്ത് ഫെസ്റ്റിവൽ വന്നല്ലോ, മാത്രമാണ് ഇവള് നാടോടി നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ അവള് ആ സമയം കൊണ്ട് സാധനവും പഠിച്ച് സ്റ്റേജിൽ കയറി കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നോക്കുമ്പോ ഫണ്ണിയാണ്. പിന്നെ ഭയങ്കര തമാശക്കാരിയാണ്. ഇങ്ങനെ കോപ്പറേറ്റ് മറ്റുള്ളവരെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ. അതാണ്, അതായത് എമ്മി ഭയങ്കര ഫണ്ണിയാണ്. അത് നമുക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. അമ്മയാണല്ല ഞങ്ങളുടെ മുടിയൊക്കെ കുറച്ച് വെട്ടിയേക്കണത്, അങ്ങനെ നശിപ്പിച്ചേക്കണത് വെട്ടി. അപ്പൊ ഞങ്ങക്ക് 3 പേർക്കും തന്നേക്കണെങ്കിൽ ഏറ്റവും വിയേർഡ് ആണെന്ന് അമ്മക്ക് തന്നെ തോന്നിയ ഒരു ഹെയർ കട്ട്. സാരയുടെ ഹെയർ
സാറൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയർ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ബാങ്ക്സ് വെട്ടി. ഭയങ്കര ബോറായിരുന്നു. എന്റെ അമ്മ എന്തെന്ന് പറഞ്ഞ് പ്രിൻസസിനെ പോലെ ഇരിക്കണുണ്ടായിരുന്നു. സോറി ഡിയർ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീ സമ്മതിക്കില്ലല്ലോ. എന്താ പറ്റിയത് പറ്റിപ്പോയി. പിന്നെ റബേക്ക കുട്ടിക്കും സെയിം. അത് പക്ഷെ ഞാനല്ല ചെയ്തത്. റബേക്കന് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടില്ല. റബേക്ക കുട്ടിയുടെ വാശിക്ക് ആ ബാങ്ക്സ് റബേക്കും കട്ട് ചെയ്തിരുന്നു. അതും ഭയങ്കര ബോറായിരുന്നു. ബാങ്ക്സിലാണ് ബോറായിരുന്നു. എമ്മി കുട്ടി എമ്മി സ്വന്തമായിട്ട് ഞാൻ എനിക്ക് അനുവാദം കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലായിരുന്നു. സ്വന്തമായിട്ട് സമ്മതിക്കാണ്ട് ഹെയർ കട്ട് ചെയ്യിച്ചിട്ട് അതുപോലെ തന്നെ ഈ ബാങ്ക്സ് നിങ്ങൾക്ക് ആർക്കും അത്ര എമ്മിക്ക് നോക്കിക്കേ, ഇണങ്ങുന്ന സാധനമല്ല. ഇത്രയും കട്ടിക്ക് ഇവിടം വരെ മുടി ഉണ്ടായിരുന്നത് എന്റെ കട്ടിയില്ലായിരുന്നു. വെട്ടിയപ്പോഴത്തേക്കും എമ്മി വെറുതെ വെട്ടിക്കളഞ്ഞു. എനിക്ക് ഇവിടം വരെ ഉണ്ടായിരുന്നു. ബാങ്ക്സ് ആണ് നിങ്ങളെ ഞാൻ ഇവിടം വരെ നശിപ്പിച്ചേക്കുന്ന സാധനം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരുങ്ങി വന്നിട്ട് ഫസ്റ്റ് അമ്മേനെ ഇരിക്കുമല്ല കാണിക്കണം 3 പേരും. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ശരിക്കും ഞങ്ങളെ കാണാൻ കൊള്ളത്തില്ല. പക്ഷെ സമയം ഇനി ഒരുങ്ങാനായിട്ട് സമയം ഇല്ലാത്ത പേരിലോ അല്ലെങ്കിൽ അമ്മയുടെ മുഖം എനിക്ക് കാണുന്നതിന് ഇനി ഒരുങ്ങാനായിട്ട് സമയം ഇല്ലാത്ത പേരിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കളയണ്ട, അങ്ങനത്തെ ഒരു രീതിയിലെങ്കിലും അമ്മ എപ്പോഴും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഭംഗിയില്ലെങ്കിൽ ഭംഗിയില്ലെന്ന് പറയും. എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടെന്ന് പറയും. ഞാൻ ഭംഗിയുണ്ടെങ്കിലേ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. കള്ളത്തരം അല്ല, ഞാൻ ജയിച്ചു എന്ന് കാണിച്ചാണ്. ഓക്കെ, ഇനി കുറച്ച് ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻ. അല്ല ഇത്ര മതിയാ? ചോദിക്കേ. ഓക്കെ, ദിസ് ഓർ ദാറ്റ്. മൗണ്ടൻസ് ഓർ ബീച്ചസ്? മൗണ്ടൻസ്. വേഗം പറയാനേ. ഓക്കെ, കോഫി ഓർ ടീ? കോഫി. ഷുഗർ ഓർ സ്പൈസ്? സ്പൈസ്. സോറി, ഷുഗർ. ഷുഗറും കണക്ക് തന്നെയാണ് അമ്മയുടെ. ഷുഗറും സ്പൈസസിനോടും അത്ര താല്പര്യമില്ല. ഇനി അയ്യോ എന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ സിനിമയുടെ കാര്യത്തില് ത്രില്ലേഴ്സ് ആണോ അല്ലെങ്കിൽ ഫാമിലി ഫീൽ ഗുഡ് അതാണോ? ത്രില്ലേഴ്സ്. അത് എനിക്കറിയാം, ആ സ്വഭാവം അമ്മയുടെ ഇതിലും കാണാറുണ്ട്. ഇനി ഞാൻ ഇത്രേ ഉള്ളമ്മ, എന്റെ മനസ്സിൽ വേറെ കിട്ടാനില്ല. ഓക്കെ, അപ്പൊ ഇവര് ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഗൈസ്. ക്വസ്റ്റ്യൻ മുട്ടിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് ഞങ്ങളുടെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നമ്മുടെ ലൈക്ക് ബോഗൻവില്ല സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ.